പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തിക്കൊണ്ട് ആ വാർത്ത വന്നെത്തിയിരിക്കുന്നു. ലോകം ഇതുവരെ കണ്ടത് കരയുദ്ധം നടത്തുന്ന താലിബാനെയാണെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ആകാശത്ത് നിന്ന് ആക്രമണം നടത്തുന്ന താലിബാനെയാണ്. അതെ, 2026 സ്വന്തമായി വ്യോമസേന രൂപീകരിക്കുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെഹ്രീക്ക് താലിബാൻ അഥവാ പാകിസ്ഥാൻ താലിബാൻ. പാക് സൈന്യത്തിന് ആകാശത്ത് നിന്നും ഇനി അഫ്ഗാൻ പ്രഹരം ഏൽക്കുമോ? നോക്കാം. തെഹ്രീക്ക് താലിബാൻ അഥവാ TTP എന്ന ഭീകര സംഘടന വെറുമൊരു കൊച്ചു സംഘമല്ലെന്ന് അടിവരയിടുന്നതാണ് അവരുടെ പുതിയ സൈനിക പരിഷ്കാരങ്ങൾ. സംഘടനയുടെ തലവൻ മുഫ്തി നൂർ വാലി മഹ്സൂദിന് കീഴിൽ വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടക്കുന്നത്. സലീം ഹക്കാനി എന്ന ശക്തനായ നേതാവിനാണ് പുതിയ വ്യോമസേനാ വിഭാഗത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെ പടിഞ്ഞാറൻ മധ്യമേഖലകളായി തിരിച്ച് ഒരു സമാന്തര ഭരണകൂടം തന്നെ പാകിസ്ഥാൻ താലിബാൻ അവിടെ കെട്ടിപ്പടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ നീക്കം പാകിസ്ഥാനെ ഇത്രയധികം ഭയപ്പെടുത്തുന്നത്? നിലവിൽ ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ പാക് സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല. അവിടെ താലിബാൻ സ്വന്തമായി നികുതി പിരിക്കുകയും നിയമങ്ങൾ നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നു. ഇതിനു പുറമെ കാശ്മീർ, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ എന്നീ പ്രദേശങ്ങളെ തങ്ങളുടെ നിഴൽ പ്രവിശ്യകളായി TTP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സംഘടനയുടെ നേതൃത്വത്തിൽ അസ്മത്തുള്ള മഹ്സൂദ്, ഇഹ്സാനുള്ള ഇപ്പി തുടങ്ങിയ കൊടും ഭീകരരെ വിവിധ സൈനിക മേഖലകളുടെ തലവന്മാരായി നിയമിച്ചതും പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികളുടെ ആഴം കൂട്ടുന്നു. പാകിസ്ഥാൻ ഈ സംഘടനയെ ഫിത്ന അൽ ഖവാരിജ് എന്നാണ് വിളിക്കുന്നത്. അതായത് യഥാർത്ഥ ഇസ്ലാമിൽ നിന്ന് വഴിവഴിച്ചു പോയവർ എന്നർത്ഥം. 7-ാം നൂറ്റാണ്ടിൽ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തിനെതിരെയും ഖലീഫമാർക്കെതിരെയും ഒക്കെ കലാപവും ആക്രമണവും ഒക്കെ നടത്തി ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ തീവ്രവാദികളാണ് ഫിത്ന അൽ ഖവാരിജ് എന്ന് പറയുന്നത്. ആ പേരിട്ടാണ് താലിബാനെ പാകിസ്ഥാൻ വിളിക്കുന്നത്. പിന്നെ ഡീസന്റ് പാർട്ടീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും TTPക്ക് അയൽ രാജ്യമായ അഫ്ഗാൻ താലിബാന്റെ രഹസ്യ പിന്തുണ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളിൽ നിന്നും അതിർത്തിയിൽ താലിബാനിൽ നിന്നും ഒരേ സമയം വെല്ലുവിളി നേരിടുന്ന പാക് സൈന്യം ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. അത്യാധുനിക ആയുധങ്ങളും വ്യോമശക്തിയും കൂടി കൈവരുന്നതോടെ പാക് ഭരണകൂടത്തിന് ഈ ഭീഷണി നിയന്ത്രിക്കുക എന്നത് അസാധ്യമായി മാറും. ചുരുക്കത്തിൽ പാകിസ്ഥാൻ വിതച്ച വിത്തുകൾ അവർക്ക് തന്നെ വിനയായി മാറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. താലിബാന്റെ ഈ പുതിയ നീക്കം ദക്ഷിണേഷ്യയുടെ സുരക്ഷാ ഭൂപടത്തെ തന്നെ മാറ്റിമറിച്ചേക്കും. ഒരു ഭീകര സംഘടന വ്യോമസേന രൂപീകരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്ന ഈ ആഭ്യന്തര തകർച്ച എവിടേക്കാണ് ചെന്നെത്തുക? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.